ഗൈസ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മാഗിയാണ്. മാഗി അപ്പം അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, പിന്നെ ചിക്കൻ ചെറിയ 2 പീസ് ചെറുതായിട്ട് അരിഞ്ഞ് അതിൽ ഉപ്പും കുരുമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട് ഈ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ആക്കിയെടുക്കാം. ചിക്കൻ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ അധികമില്ല, ഞാൻ ഹോസ്റ്റൽ PG എടുക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ രീതിയിൽ യൂസ് ചെയ്യുള്ളൂ. നമുക്ക് പണി കുറച്ച് കൂടുതൽ വയ്ക്കാം ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പച്ചമുളക് എണ്ണയ്ക്ക് നേരിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ്. പച്ചമുളക് ഡയറക്റ്റ് എണ്ണയിൽ കുറച്ചുണ്ട്, അതിന് വേറെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ കൂടി ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് ആയി വന്നിട്ടുണ്ട്. ഇത് വേവുമല്ലോ വെള്ളത്തിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാണ് ചിക്കൻ ഫ്രിഡ്ജിലേക്ക് എടുക്കുന്നതാണ്. ആ തണുപ്പിൽ തന്നെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ തണുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് കൊടുക്കണം. ഇതിൽ ഉള്ളിയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കാം. അത് ഉള്ളിപ്പിക്കാം ചിക്കൻ ചെയ്യും. അതിൻ്റെ ഉള്ളിൽ ഈ ഒരു പീസ് എടുക്കാൻ ഉള്ളിൽ ചെറിയ ഉള്ളിലുണ്ട്. അത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം. ക്യാരറ്റ് ആവശ്യമില്ല കുറച്ച് അത് കൊടുക്കുമ്പോൾ മാഗിയിൽ അതിന് ഉണ്ടാവും. കുറച്ച് കണ്ട് ഇതിലേക്ക് മാഗി മസാല കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം മാഗി കഴിച്ചാൽ ഞാനിവിടെ ഒരു 1-2 ഗ്ലാസ്സിനുള്ള 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ നൂഡിൽസ് കൊടുക്കാം. ഒരിക്കലും മസാലപ്പൊടികൾ നമുക്ക് കൊടുത്തിട്ടില്ല, ആവശ്യത്തിനുള്ള ഇതിൽ തന്നെ ഉണ്ടല്ലോ. പിന്നെ ചിക്കൻ്റെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ ഉണ്ട്. പിന്നെ മുളകിൻ്റെ ഇതൊക്കെ ഉണ്ട്. കൂടുതൽ മസാലപ്പൊടി കൊടുത്തിട്ടില്ല. ഞാൻ ഇത്രയും വെള്ളമൊക്കെ എടുത്തത് ഇതൊന്ന് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊന്ന് എന്ത് നേരം വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 2-3 മിനിറ്റിൻ്റെ ഇല ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നൂഡിൽസിൻ്റെ പാനിലേക്ക് സാധനം റെഡി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക്